ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏപ്രിൽ 18 നടക്കുന്ന അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. സ്റ്റഡി വിൻ PSC 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 250 രൂപയെ ഫീസുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റഡി വിൻ PSCയുടെ മെയിൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, മെയിൻ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാവേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പാക്കിയ വർഷം? ആൻസർ ഓപ്ഷൻ ബി 1991. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം 1991. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മലപ്പുറം. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിൽ. കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകളുണ്ട്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 2. കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകളുണ്ട്? 2. തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 6 മാസം. തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? 6 മാസം. നിലവിലെ ജയിൽ വകുപ്പ് മേധാവി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ബൽറാം കുമാർ ഉപാധ്യായ. നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പ് നൽകുന്നവയാണ്. അപ്പോൾ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പ് നൽകുന്നവയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, മനുഷ്യാവകാശ സംരക്ഷണ നിയമം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ച്. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്? വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു, ആ കാലയളവിൽ പുറത്തുനിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു, അംഗം മാനസികമായോ ശാരീരികമായോ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു, അംഗത്തിന്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ
കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു, ആ കാലയളവിൽ പുറത്തുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു, അംഗം മാനസികമായോ ശാരീരികമായോ ആയ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു, അംഗത്തിന്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ. വിവരാവകാശ നിയമത്തിലെ ഏതു വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വകുപ്പ് 8(1). വിവരാവകാശ നിയമത്തിലെ ഏതു വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നു? വകുപ്പ് 8(1). വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8(1) പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8(1) പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്നത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പ്രധാനമന്ത്രി. ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, സ്വകാര്യ വ്യക്തിയുടെ പകർപ്പവകാശം. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്വകാര്യ വ്യക്തിയുടെ പകർപ്പവകാശം. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം, ഇൻഫർമേഷൻ എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മേൽ പറഞ്ഞവയെല്ലാം. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? രേഖകള്, ഇമെയിലുകൾ, സർക്കുലറുകൾ, ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ, പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡേറ്റ മെറ്റീരിയൽ. അപ്പോൾ വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? രേഖകൾ, ഇമെയിലുകൾ, സർക്കുലറുകൾ, ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ, പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡേറ്റ മെറ്റീരിയൽ. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മാനസിക സമ്മർദ്ദം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? മാനസിക സമ്മർദ്ദം. ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഈഗോ. ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? ഈഗോ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനസ്തെറ്റിക് എന്നത് എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനതെറ്റിക്സ് എന്നത് എന്താണ്? ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഭയം, സംഘർഷം, ചിന്ത. ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇവയിലേതാണ്? ഭയം, സംഘർഷം, ചിന്ത. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഭിപ്രേരണ എന്നത് എന്തിനെക്കുറിച്ചാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പ്രവർത്തിക്കാനുള്ള പ്രചോദനം. അഭിപ്രേരണ എന്നത് എന്തിനെക്കുറിച്ചാണ്? പ്രവർത്തിക്കാനുള്ള പ്രചോദനം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, സ്റ്റഡി വിൻ PSC 10th പ്രിലിംസിന് വേണ്ടിയിട്ട് വളരെ ചെറിയൊരു ഫീസിൽ, അതായത് 250 രൂപ ഫീസിൽ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.